നമസ്കാരം. ഇത് ടാറ്റ കർവാണ്. കർവ് EV ആണ്. ഓക്കെ, 55 kWh ബാറ്ററി ഉള്ള 425 കിലോമീറ്ററോളം C75 റേഞ്ച് വരുന്ന ഈ കർവ് EV വാങ്ങാൻ ഈ ഓണക്കാലമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. അതിനുള്ള കാരണം എന്താണെന്ന് പറയാം, കർവ് EVയുടെ ഗുണങ്ങൾ പറയാം, വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലാണ് സാധനം. അതായത് കഴിഞ്ഞ വർഷം 2024 ഈ ഒരു സമയത്താണ് നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വർഷം കഴിഞ്ഞേക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഈ വണ്ടി നമ്മൾ കാണുന്നുണ്ട്, കുറച്ച് കാലം അത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, റേഞ്ച് എത്രയെന്ന് പറയാം. എനിക്ക് ഈ വണ്ടി കിട്ടിയിട്ട് കുറച്ചായി, എന്നിട്ട് ഇപ്പോഴും 300 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ റേഞ്ച് റിയലിസ്റ്റിക് ആണെന്ന് പറയാം. എന്തായാലും ഇന്ന് നമുക്ക് കർവ് EVയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയാം. ഇതാണ് കർവ് EVയുടെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഇത് ഏറെക്കുറെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് 10,000 കിലോമീറ്റർ ഓടിയ ഒരു കർവ് EV നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ, ആണോ? അല്ല, കാരണം കുറേ മോഡലുകളുണ്ട്. ആ മോഡലുകളിൽ 17.49 ലക്ഷം രൂപ വെച്ച് തുടങ്ങുന്ന കർവ് EVയുടെ ഒരു പ്രൈസിങ് പ്രപ്പോസൽ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണിയാണ്. അതിൻ്റെ കൂടെ ഒരു ഓഫർ കൂടി ഞാൻ പറയാം, വില വീണ്ടും കുറയ്ക്കുന്ന ഓഫർ. അതാണ് ഈ ഒരു വണ്ടിയുടെ ഇന്നത്തെ ഹൈലൈറ്റ്. ഗ്രീൻ ബോണസ്, അതല്ലെങ്കിൽ എക്സ്ചേഞ്ച്, സ്ക്രാപ്പേജ്, ലോയൽറ്റി ബോണസ്. ഈ ബോണസുകളിലൊക്കെ കൂടി ചേർന്നിട്ട് പറയുന്ന ഓഫർ എന്ന് പറയുന്നത് ഏറെക്കുറെ 2 ലക്ഷം രൂപയാണ് കർവ് EVക്ക്. അപ്പോൾ 17.49 ലക്ഷം രൂപ എന്ന് പറയുന്ന എക്സ്ഷോറൂം പ്രൈസിൽ നിന്ന് അത്രയും വിലയ്ക്ക് കുറച്ചാൽ നമുക്കറിയാം എന്തുമാത്രം ലാഭത്തിൽ നമുക്ക് ഇലക്ട്രിക് കാർ വാങ്ങാമെന്നുള്ളത്. ഒരു നെക്സോൺ വാങ്ങുന്ന വിലയ്ക്ക് ഒരു കർവ് EV വാങ്ങാമെന്ന് പറഞ്ഞാലോ, അതല്ലെങ്കിൽ പല വണ്ടികളെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ്റെ ഏറ്റവും കൂടിയ സമയമാണെന്ന് പറഞ്ഞാലോ, കർവ് EVക്ക് 2 ലക്ഷം രൂപ വരെയാണ് ഓഫർ. അതിൽ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, ഗ്രീൻ ബോണസ് ഉണ്ട്, ലോയൽറ്റി ബോണസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ 2 ലക്ഷം രൂപ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സോണോ? നെക്സോണ് 1 ലക്ഷം രൂപ വരെയാണ്. 5,85,000 ടിയാഗോയ്ക്ക്, അത് 1 ലക്ഷം രൂപ വരെയാണ്. പുതുതായി വന്ന ഹാരി ദേവിക്കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള EV കസ്റ്റമേഴ്സിന് ലോയൽറ്റി ബോണസും ഉണ്ട്. അപ്പോൾ ഓണം ടാറ്റയുടെ കൂടെ ആഘോഷിക്കാൻ ഒരു കാരണമല്ലേ. എന്തായാലും നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ കർവ് EV ഒഫീഷ്യലി ഓടിക്കുന്നത്, അതായത് റിവ്യൂ ചെയ്യുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ വണ്ടിയുടെ എക്സ്പീരിയൻസ് 10,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഓടിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക എന്നുള്ളതും ഓണത്തിൻ്റെ ഓഫറുകൾ പറയുക എന്നുള്ളതും അതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ആദ്യമേ ക്ലിയർ ആയിട്ട് പറയട്ടെ, ഈ വണ്ടിയുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കർവിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഈ കർവ് EVയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു യുണീക്ക് ബോഡി സ്റ്റൈലാണ്. BMW X6 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന നിരത്തിലധികം കാണുന്നത് കർവ് EV ആണ്. ഇതിൻ്റെ ഒരു കൂപ്പേ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഭംഗിയുള്ള ഒരു കാര്യമാണ്. ഇതിന് ഒരു അപവാദം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പുതിയ മഹീന്ദ്രയുടെ XEV90 ആണ്. അത് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, ഒരു ഭംഗി ബൾക്കി വണ്ടിയാണ്. എന്നാലും അതിനേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് മാറ്റി വയ്ക്കാം, അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ ഗുണം യൂണീക്നെസ് ആണെന്ന് പറയുമ്പോൾ, യൂണീക്നെസ്സിൻ്റെ കൂടെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് ആണ്. 500 ലിറ്റർ ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ്. കൂടാതെ 12 ലിറ്ററോളമുള്ളൊരു ഫ്രങ്കുമുണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസിൻ്റെ അതിപ്രസരമുള്ള ഒരു വണ്ടിയാണ് കർവ് EV എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ ചാർജ് നിൽക്കുന്ന ഒരു വണ്ടി എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓടിക്കുന്നത് 55 kWh ബാറ്ററിയുള്ള വണ്ടിയാണ്. ഇതിനവർ പറയുന്നത് 502 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. ഓക്കെ, C75 425 വരെയാണ് എന്ന് പറയുമ്പോഴും എനിക്ക് ഇതിനകത്ത് ഇപ്പോഴും 324 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 80% ചാർജായി. 100% ഈ വണ്ടി ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ 424 കിലോമീറ്റർ കാണിച്ചിരുന്നു. അത് മുന്നേ ഓടിച്ച ആളുടെ ഡ്രൈവിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ഈ വണ്ടി ഓടിച്ചാൽ ഒരു 400 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈസിലി അച്ചീവ്
അച്ചീവബിൾ ആണ് എന്നുള്ളതാണ്. അത് ഒരു ഇലക്ട്രിക് കാർ എന്ന നിലയ്ക്ക് ഈ വണ്ടിയുടെ ഒരു വലിയ ബെനിഫിറ്റ് ആണെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം കാണാം. ഒരു SUV പോസ്റ്ററാണ്. ഓക്കെ, സെഡാനും SUV കൂടി ചേർന്ന കൂപ്പെ, അതാണ് രൂപം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബോണറ്റ് കാണാം, കാഴ്ച വിസിബിലിറ്റിയുടെ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. പിന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പൊസിഷൻ, ഇതിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ പൊസിഷനിൽ ഇരുന്ന് നമ്മൾ ഹൈറ്റ് ഏറ്റവും കൂടുതൽ ഉയർത്തി വെച്ചിട്ട്, ഇത് ഇലക്ട്രിക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള വണ്ടിയാണ്. കൂടാതെ വെന്റിലേറ്റർ സീറ്റും ഉണ്ട്. അങ്ങനെ ഇരുന്ന് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല കാരണം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റി കൂടിയാണ്. ഈ വണ്ടിക്ക് മികച്ച റൈഡ് ക്വാളിറ്റി ഉണ്ട്. ആ റൈഡ് ക്വാളിറ്റിക്ക് ഒരു എക്സ്ട്രാ മാർക്ക് തന്നെ കർവിനുണ്ട്. അപ്പോൾ നമുക്ക് മോശം റോഡുകൾ സസ്പെൻഡ് ചെയ്ത് ഓടിച്ചു പോകാനായിട്ട് പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അതും ഒരു ഗുണമായിട്ട് പറയാം. പിന്നെ പെർഫോമൻസ് ആസ്പെക്ട് പറഞ്ഞാൽ 165 BHP 165 BHP ഉള്ള ഈ ഒരു BHP എന്ന് പറയാൻ പറ്റില്ല, HP എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, അതല്ലെങ്കിൽ BHP എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇലക്ട്രിക് ആണ്. ആ വണ്ടി എന്ന് പറയുന്നത് വലിച്ചു കയറി പോകുന്നൊരു ഫീലുണ്ട്. നമുക്ക് 3 മോഡുകൾ, സിറ്റി, സ്പോർട്ട്, ഈക്കോ. ആ സ്പോർട്ട് മോഡിൽ ഇട്ടാൽ കാലെടുത്തുമ്പോൾ ഇലക്ട്രിക് കാറുകളുടേതായിട്ടുള്ള എല്ലാ സ്വഭാവവും വേണ്ടിക്കൊണ്ടത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഉയരമുള്ള വണ്ടിയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസുള്ള വണ്ടിയാണ്, റൈഡ് ക്വാളിറ്റി നല്ലതായിട്ടുള്ള വണ്ടിയാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഇലക്ട്രിക് കാറാണ്, ഇലക്ട്രിക് കൂപ്പാണ് ഈ ഒരു കേവ് EV എന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് പെർഫോമൻസും റേഞ്ചുമാണ്. പിന്നെ ബൂട്ട് സ്പേസ് പോലുള്ള കാര്യങ്ങളും. ഇത്രയും വലിയ വണ്ടിക്ക് വളരെ എളുപ്പത്തിൽ തിരിക്കാവുന്ന ഒരു ടേൺ റേഡിയസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഗുണമായിട്ട് കാണാം. പിന്നെ ഷിഫ്റ്ററൊക്കെ റെസ്പോൺസീവ് ആണ്. ഇതിൻ്റെ ഒരു 12.3 ഇഞ്ച് സ്ക്രീൻ അല്ലെങ്കിൽ JBL മോഡ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു പ്രീമിയം എക്സ്പീരിയൻസ് ഓഡിയോ ക്വാളിറ്റി തരും. പിന്നെ 10.25 ഇഞ്ച് ക്ലസ്റ്ററിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ക്യാമറ പോലുള്ള കാര്യങ്ങൾ കാണാം. ഓക്കെ, ഇതൊക്കെ ഫീച്ചേഴ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓട്ടോ വൈപ്പേഴ്സ് ഒരു ബൂണാണ്, ഓട്ടോ ഹെഡ്ലാംപ്സ് ഒരു ബൂണാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നിലെ ആ ഒരു മിററിലൂടെ, പിന്നിലേക്ക് കാണുന്ന മിററിലൂടെ കാണുമ്പോൾ ചെറിയ ഒരു ഗ്ലാസ് ഏരിയ ആണെങ്കിലും പിൻഭാഗം നമുക്ക് നന്നായി വിസിബിൾ ആണ് എന്നുള്ളതും ഈ ഒരു വണ്ടിയുടെ ഗുണമായിട്ട് കാണാം. കാരണം ഹെഡ് റെസ്റ്റുകൾ അതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളതൊരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ല ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പേസ് ആണ്. ഇതിൻ്റെ ബാക്ക് സീറ്റിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പനോരമിക് സൺറൂഫ് ഉള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഞാനിതെല്ലാം പറയുന്നത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വണ്ടി എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റുകളെ നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡ് ക്വാളിറ്റി, പെർഫോമൻസ്, കൂടാതെ ഓടിക്കാനുള്ള ഫണ്ണ് അല്ലെങ്കിൽ സുഖം എന്നുള്ളതാണ്. ലൈറ്റാണ് സ്റ്റിയറിങ്, പിന്നെ അഡാസ് പോലുള്ള കാര്യങ്ങൾ. അഡാസ് ലെവൽ 2 ആണ് വണ്ടി. അപ്പോൾ അതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കാണാം. അതൊക്കെ ഒരു ടെക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കോസ്റ്റിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നെക്സോൺ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ XUV 400 വാങ്ങാൻ ഉദ്ദേശിക്കണം, അതല്ലെങ്കിൽ ഒരു MG ZSUV വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വണ്ടികൾക്കൊക്കെ പകരം വയ്ക്കാവുന്ന ഒരു വണ്ടിയാണെന്ന് കാണാം. കാരണം ഫാസ്റ്റ് ചാർജിങ് ക്യാപ്പബിലിറ്റി കൂടുതലാണ് ഈ വണ്ടിക്ക്. കൂടാതെ ഈ ഒരു പവർ തരുന്ന മോട്ടർ, അതായത് എൻ്റെ ഒരു പിക്ക് എന്ന് പറയുന്നത് 55 kWh ബാറ്ററി പാക്ക് തന്നെയാണ്. എന്നാലും മീഡിയം റേഞ്ച് അല്ലെങ്കിൽ 45 kWh എന്ന് പറയുന്ന ബാറ്ററി പാക്കുള്ള വണ്ടി വാങ്ങിയാലും മതി. അതിന് 400 കിലോമീറ്ററിൻ്റെ പുറത്ത് ഒരു റേഞ്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 350, 370 നമുക്ക് ഈസിലി അച്ചീവബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇത് റേഞ്ച് പറയുന്ന റേഞ്ച് കിട്ടുമോ ഇല്ലയോ. അതാണ് ഞാൻ ഈ ഒരു വർഷത്തെ കണക്ക് പറഞ്ഞത്. 10,000 കിലോമീറ്റർ ഓടി വന്ന വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളത് ഒരാഴ്ചത്തോളമായിട്ട് ഓടിക്കുന്നുണ്ട്. എനിക്ക് റേഞ്ച് ഇറങ്ങി പോകുന്നത് വളരെ കുറവാണ് എന്നുള്ളൊരു ഫീലാണ് തന്നത്. ഇപ്പോൾ ഞാൻ ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് വന്നു, എനിക്ക് ഒറ്റ ചാർജിൽ തൃശ്ശൂർ പോയിട്ട് വരാൻ പറ്റുന്ന വണ്ടി എന്നാണ് എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആ ക്രൈറ്റീരിയ നമുക്ക് സാധിച്ചു തരുന്നൊരു വണ്ടി എന്നുള്ളതാണ് കേവ് EVയെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ആവാസ്, ആ സൗണ്ട് സിസ്റ്റം ഇഷ്ടപ്പെട്ടു. ആ ക്രാങ്ക് ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻസ്, ഡാഷ്ബോർഡിൻ്റെ ഒരു തൊപ്പി പോലുള്ള ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ സൺറൂഫിൻ്റെ ഒരു പ്രവർത്തനം, ആ കവർ എന്ന് പറയുന്നത് പല കാറുകളിലും കവർ ട്രാൻസ്പെറൻറ്റ് പോലെയാണ്. നമുക്ക് വെയിലടിച്ച് ചൂടാവും, ഇടാൻ പ്രശ്നമില്ല. അത് നമുക്ക് അങ്ങ് ഫുള്ളായിട്ട് റിട്രാക്ട് ചെയ്യാനുള്ള ഗുണമുണ്ട്. പിന്നെ ഇതിൻ്റെ AC അത്യാവശ്യം നല്ല ചില്ലായിട്ടുള്ള AC ആണ്. അപ്പോൾ AC ഓഫ് ചെയ്താലും ഓണാക്കിയാലും റേഞ്ചിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ 314, 320 കാണിക്കുന്ന വണ്ടി നമ്മുടെ AC ഓഫ് ചെയ്താൽ സഡൻലി അത് 400 കിലോമീറ്റർ അടുപ്പിച്ച് കാണിക്കും. അപ്പോൾ AC ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ചാർജ് എടുക്കുന്നുണ്ട് എല്ലാ ഇലക്ട്രിക് കാറിനും എന്നുള്ളതാണ്. അതിവിടെ കേവിലും വ്യത്യാസമല്ല എന്നുള്ളതാണ്. ഓക്കെ, സേഫ്റ്റിയാണ് ടാറ്റയുടെ ഒരു മെയിൻ കാര്യം എന്ന് അറിയാലോ. അതിപ്പോൾ അഡാസ് ലെവൽ 2 മാത്രമല്ല, 6 എയർ ബാഗ്സ് പോലുള്ള കാര്യങ്ങൾ, ഓട്ടോ ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ അഡാസ് ലെവൽ 2ൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ഓടിക്കുന്ന നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തിരുന്ന് ഓടിക്കുമ്പോൾ ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റിയറിംഗ് 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്, അറിയാലോ. അത് നെക്സോണിൻ്റെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ വണ്ടികളുടെ പോലെ 2 സ്പോക്ക് അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിനും ഉണ്ട് ഒരു പ്രീമിയംനെസ്. ഇരിക്കുന്ന സീറ്റിൻ്റെ ഒരു വിടുത്തും അല്ലെങ്കിൽ ആ നമ്മളെ സ്നഗ് ചെയ്തിരിക്കുന്ന ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യവും, വെന്റിലേറ്റർ സീറ്റിൻ്റെ ഒരു
ഉപയോഗവും പിന്നെ മെമ്മറി സീറ്റുകൾ എന്ന് പറയുന്ന സംഗതി വേണ്ടിക്ക് കൊടുത്തില്ല, അത് ഹാരി റിവ്യൂള്ള വണ്ടിക്ക്. പക്ഷേ എന്നാലും ഈ വണ്ടിക്കുള്ള ഒരു ഹോസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് അധികം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. അതൊരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഗുണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും ഊന്നി പറയുന്നത്. എനിക്ക് 911 ഇരുന്ന് ഓടിക്കുന്ന പോലുള്ളൊരു ചെറിയ സാമ്യം നമുക്കിവിടെ ആ ബോണറ്റിൻ്റെ ഉന്തി നിൽക്കുന്ന ഭാഗത്തോട് കാണാമെന്നുള്ളത്. ഞാൻ ഇരിക്കുന്ന ഈ ഒരു പോസ്റ്റിൽ എനിക്ക് എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നുള്ളതിൻ്റെ ഗുണം തന്നെയാണ്. ഓട്ടോ ഡിമ്മിങ് IRVM അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ അന്ന് ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഈ കുറച്ച് കാലം ഓടിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടിയുടെ കൂടെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കീ എന്ന് പറയുന്നത് എലഗൻ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു ഡോർ ലോക്കിംഗ് മെക്കാനിസം, അൺലോക്കിംഗ് മെക്കാനിസം ഒക്കെ നമുക്ക് ഈസിയാണ്. ഞാൻ വിചാരിച്ചിരുന്നു ലോങ് ടൈമിൽ അത് ചിലപ്പോൾ ഒരു പ്രശ്നമായേക്കാന്ന്. പക്ഷേ ഒരു വർഷമായിട്ടും ഇതൊരു മീഡിയ വണ്ടിയാണ്. ഇത് ഓടിച്ചുള്ള ആളുകളൊക്കെ തന്നെ ഈ വണ്ടി അത്യാവശ്യം നന്നായി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ തോന്നുന്നത്. കാരണം ഇത് ഓടിക്കാൻ ടെസ്റ്റിംഗ് എന്നാണല്ലോ പറഞ്ഞത്. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയെ അങ്ങ് ചവിട്ടി പൊളിച്ച് ഓടിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി പലർക്കുണ്ട്. ആ ലെവലിൽ ഓടിച്ചിട്ടുള്ള വണ്ടി ആയിരിക്കും എന്നാ വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ക്രീക്സ് ഇല്ല, ഇതിനകത്ത് കാര്യമായിട്ടുള്ള റാറ്റ്ലിങ്ങിൻ്റെ ഒരു പ്രശ്നമേ എനിക്ക് തോന്നിയില്ല. അതൊക്കെ ഒരു ഗുണം തന്നെയാട്ടോ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. പിന്നെ ഡെഡ് പെഡൽ പോലുള്ള കാര്യങ്ങളിൽ ബ്രേക്കിലെ ആ ഒരു റീജൻ സപ്പോർട്ടോടുകൂടി നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി പെട്ടെന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. 4 വീലും ഡിസ്ക് ബ്രേക്കിലാണെന്നുള്ള കാര്യമുണ്ട്. എയറോ ഇൻസെർട്ടുകൾ അലോയ് വീൽസ് കാണാൻ ഭംഗിയുണ്ട്. അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബൂട്ട് പവേഡ് ആയുള്ള ഗുണം, നമ്മുടെ കയ്യിൽ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാല് വേവ് ചെയ്ത് ബൂട്ട് തുറക്കാനുള്ള ഒരു ഫീച്ചർ, അതൊക്കെ തന്നെയും നമുക്ക് യൂസ്ഫുള്ളാണ്. ഓരോ കാര്യത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ അവസ്ഥ വരുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് യൂസ്ഫുള്ളാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ 45 kWh ബാറ്ററിയുടെ കേവ് EV ആണ് വാല്യൂ ഫോർ മണി ഞാൻ പറയും. അതല്ല ടോപ്പ് എൻഡ് വാങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ കാറ്റഗറിയിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബേസ് മോഡൽ കേവ് EV വാങ്ങിച്ചാൽ അത് ലാഭത്തിനായിട്ടും ടോപ്പ് എൻഡ് മേടിച്ചാൽ ഉള്ള ഫീച്ചേഴ്സൊക്കെ കൂടിച്ച് റിച്ചായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാനുള്ള അവസ്ഥയിലേക്കുമുണ്ട് ഈ ഒരു വണ്ടിയുടെ കാര്യമെന്നുള്ളതാണ്. ഒരു പ്രത്യേക തരം കൗതുകമുള്ള രൂപമുള്ള കേവിൻ്റെ ഇത്രയും സവിശേഷതകളൊക്കെ കൂടി ചേർന്നിട്ട് അത്യാവശ്യം നല്ല റേഞ്ച് തരുന്നുണ്ടെന്നുള്ള ആ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യവും പിന്നെ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനും അതാണ് കാര്യം. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഈ വണ്ടി വാങ്ങുകയാണെങ്കിൽ, വണ്ടി നോക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 2 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളും ഉണ്ട് എന്നുള്ളതും, ഒരു ഇലക്ട്രിക് കാറിലേക്ക് ചൂട് വയ്ക്കാൻ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങളിപ്പോൾ വാങ്ങാൻ പോകുന്നത് കേവ് EV തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പോൾ നെക്സോൺ ആണെങ്കിലും ടിയോഗ ആണെങ്കിലും പഞ്ച് ആണെങ്കിലും അതല്ല, കേവ് EV ആണെങ്കിൽ പുതിയതായിട്ട് വന്ന ഹാരി റിവ്യൂ ആണെങ്കിൽ പോലും ഇവർ നല്ല ഓഫറുകളാണ് ഈ ഓണത്തിന് നിങ്ങൾക്കായിട്ട് കാത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണമാണ് എനിക്ക് തോന്നുന്നു വണ്ടി വാങ്ങാൻ പറ്റിയ സമയം, പ്രത്യേകിച്ചും ഒരു ഇലക്ട്രിക് കാർ ടാറ്റയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ. ഓക്കെ, ഈ കേവ് EVയുടെ ഈ ബാറ്ററി പാക്കുള്ള ഈ വണ്ടിയുള്ള ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒറ്റ ഫീച്ചർ പറയാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? അത് ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയോ? അത് ഇതിൻ്റെ പവർ ട്രെയിനാണ്. 165 ഹോഴ്സ് പവറോളമുള്ള ഈ മോട്ടറിൻ്റെ പെർഫോമൻസാണ് കാലുകൊടുത്ത പാഞ്ഞു കയറി പോകുന്ന സ്വഭാവമാണ്. ഓക്കെ, അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.